വേറെ യോഗം കഴിച്ചിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറില്ലേ? ആ ചിന്ത വന്നു നോക്കുന്ന ആളുകളോട് ഞാൻ ചോദിക്കുന്നു, നമ്മൾ മനസ്സിലാക്കില്ല, അത് ഒരു പ്രേരണ. ഇപ്പൊ ഈ സദസ്സിന്റെ ഒരു പ്രേരണ കരുതി കേൾക്കുമ്പോൾ കൽപ്പം നന്നാവും. ഏതുപോലെ അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുവോധന പറഞ്ഞു, മനസ്സല്ലാലയ തുല്ലയോ മിന്നൽ ഫമറ, 1000 തവണ, അതായത് 1000 സ്വലാത്ത് എന്റെ മേൽ ഒരാൾ ദിവസം പതിവാക്കിയാൽ ഒന്നും വേണ്ട. നിങ്ങൾ ഒരാൾ 1000 സ്വലാത്ത്, കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്, ഒരു ദിവസം 1000 സ്വലാത്തിന് തോതിൽ പതിവാക്കി നിങ്ങൾ ചൊല്ലിയാൽ തങ്ങൾ പറയുന്നു, തങ്ങൾ പറയുന്നു, ലം യമുത് ഹത്താ യറാ മഖഅദഹു മിനൽ ജന്ന, അവന്റെ ഇരിപ്പിടം സ്വർഗത്തിൽ കാണാതെ അവൻ മരിച്ചു പോകില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഒരാളിങ്ങനെ ഒരു മാല എടുത്തിട്ട് വൈകുന്നേരം 1000 സ്വലാത്തും ചൊല്ലി ഇങ്ങനെ കടന്നു, നിസ്കരിക്കില്ല, പള്ളിയിൽ പോയില്ല, ഒന്നും ചില സ്വർഗത്ത് പോവോ? ചിന്തിക്കും, എന്താ പിന്നെ ഹദീസിന്റെ അർത്ഥം? ഒരു ഹദീസിന്റെ ആന്തരിക അർത്ഥം ഉണ്ടാവും, അത് മഹാന്മാർ പറയണം. നമ്മുടെ അർത്ഥം വെച്ചാൽ ശരിയാവില്ല, നമ്മുടെ അർത്ഥം പറഞ്ഞാൽ ശരിയാവില്ല. നമ്മളെ അർത്ഥം പറയുന്നതിന്റെ ആശയം കിട്ടുമല്ലോ. പണ്ട് ഇവിടെ തന്നെ ഗൾഫിൽ തമാശ കഥ പറയുന്നേക്കാൾ, നാട്ടിൽ നല്ല അറബി കോളേജ് ഡിഗ്രി എടുത്ത് വന്ന കുട്ടി ഇവിടെ കച്ചവടം തുടങ്ങിയപ്പോൾ അറബി കടയിൽ വന്ന് സാധനം വാങ്ങിയപ്പോൾ അങ്ങോട്ട് തർക്കായി. എത്ര വരാമെന്ന് ചുഖം വരാൻ അറബിക്ക് പറ്റില്ല, അറബി ഇങ്ങോട്ട് വരാനും പറ്റില്ല. അറബി ദേഷ്യം പിടിച്ച് അറബിക്ക്, ദേഷ്യം പിടിച്ച് അറബിപ്പോ അറബി അതേ ദേഷ്യത്തിൽ കരയിൽ നിൽക്കുന്നത് വെച്ചു ആഖിർ കലാമോ ഇവൻ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഓ കോളേജ് പഠിച്ച ആഖിർ കലാമതാണ്, പക്ഷെ അറബിന്റെ ആഖിർ കലാമതല്ല, എന്നിട്ട് തിരി. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന ഓരോന്നിന്റെ രീതിശാസ്ത്രം ഉണ്ടാവുമല്ലോ. ഈ ഹദീസിന് അതിന്റെ ഒരു അർത്ഥമുണ്ട്, ആ അർത്ഥം പറയുമ്പോൾ ഹദീസ് മനസ്സിലാവുള്ളൂ. ആ ഹദീസിന് മഹാനായ ലോകത്തങ്ങളടക്കമുള്ള മഹത്തുക്കൾ എന്താ പറഞ്ഞത്? 1000 സ്വലാത്തിനാണ് ചെല്ലിയാൽ ഉണ്ടാകണം. മനസ്സല്ലാറിയ തുല്യങ്ങളിൽ അല്പം പറഞ്ഞ 1000 സ്വലാത്തിന് ദിവസം ഒരാൾ ചൊല്ലിയാൽ എന്താ കിട്ടുക? എന്റെ ഹദീസിന്റെ വ്യാഖ്യാനം എന്താ? യസ്റഹുല്ലാഹു സദ്റഹു ഈമാൻ. 3 ഘട്ടമാണ്. ഒന്നാം ഘട്ടം യസ്റഹുല്ലാഹു സദ്റഹു ഈമാൻ, അവന്റെ കൽബിൽ പഠിച്ച ഈമാനിനെ നടക്കും. ഈമാൻ എന്താണ് പഠിപ്പിച്ചു കൊടുത്ത പ്രവാചകന്റെ ഒരു സലാത്തനൊക്കെ ചൊല്ലുന്ന പഠിച്ചോണ്ട് റഹ്മത്തിനൊക്കെ വന്നിട്ട് നിന്റെ കൽബിൽ ഈമാനിനെ വർദ്ധിക്കും. ഈമാൻ വർദ്ധിച്ചാലോ നേരിലേക്ക് പഠിച്ചുകൊണ്ടു നിർത്തും. കൽബിൽ ഈമാൻ പറഞ്ഞാൽ വീട്ടിൽ നിസ്കരിക്കാതിരിക്കില്ല, വാങ്ങുകൊടുക്കാൻ നോമ്പ് നോക്കാതിരിക്കില്ല, അവൻ ഖുർആൻ ഓടാതിരിക്കില്ല, അവന്റെ കൽബിന് തടുക്കുന്ന നന്മയിലേക്ക് ജന്ന. അങ്ങനെ 3ാം ഘട്ടമായി അവൻ സ്വർഗത്തിലേക്ക് പോകും. ഇതാണ് ഈ ഹദീസിന്റെ താല്പര്യം എന്ന് മഹത്തുക്കൾ പറയുന്നു. മഹാന്മാർ പറഞ്ഞത് പഠിക്കണം നമ്മൾ. അപ്പൊ ഈ മൗലിക യോഗം അതുപോലെ ഈ ചടങ്ങൊക്കെ കൽബിൽ ഈമാൻ വർദ്ധിക്കാനുള്ള പ്രവർത്തനമാണ്. നമ്മുടെ മനസ്സിന്റെ ഒരു സ്ഥൈര്യത്തിനും ധർമ്മത്തിനും വേണ്ടിയാ. അല്ലാതെ നമ്മുടെ കൽബിൽ ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. മറ്റൊരു ലക്ഷ്യത്തിനില്ല, അത് മാത്രമേ ഇതിന്റെ ലക്ഷ്യമുള്ളൂ. എന്റെ സമയം അവസാനിച്ചിരിക്കുന്നു. എനിക്ക് നല്ല പ്രസംഗം മതിയായും തോന്നിയിട്ടില്ല, നിങ്ങൾക്ക് മതിയാന്ന് എനിക്കറിയില്ല, ഉണ്ടാവട്ടെ. ഏതായാലും ഇത്രയും നല്ലൊരു മദ്രസൊക്കെ സംഘടിപ്പിച്ച് ഇവിടെ ഇത്രയും ആളുകൾ ഒരുമിച്ചിരുന്നുള്ള സന്തോഷം പങ്കുവെച്ച് നമ്മൾ ദുആ ചെയ്തിരിക്കുകയാണ്. അവസാനം ഒരു കാര്യം കൂടി പറയാം. ഈ കാലഘട്ടത്തിലൊക്കെ പ്രവാചക സ്നേഹം പോലെ തന്നെയാണ് പ്രവാചക കുടുംബ സ്നേഹം. ആ ഒരൊറ്റ ഹദീസ് പറയേണ്ടത് സാന്ദർഭികമാണെന്നുള്ളതാണ്. കാരണം അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ പറഞ്ഞു, അദ്ദിബു ഔലാദക്കും അലാ സലാത്തി ഖിസാലി. എന്റെ അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പറയാം, എന്നെയും എന്റെ അഹ്ലുബൈത്തിനും ബന്ധപ്പെടുത്തി കൊടുക്കുന്നതിനെ കുറിച്ച് പ്രവാചകർ പറയുന്നു, അദ്ദിബു ഔലാദക്കും, നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ അദബ് പഠിപ്പിക്കണം. അലാ സലാത്തി ഖിസാലി, 3 അടിത്തറയും. അദബിന്റെ ബേസ് എന്താണ്? ഹുബ്ബി നബിയ്യിക്കും, നബികളോടുള്ള സ്നേഹം. ഹുബ്ബി അഹ്ലുബൈത്തിഹി, അഹ്ലുബൈത്തിനോടുള്ള സ്നേഹം. ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ ഓതാൻ പഠിക്കണം. 3ാം സ്ഥാനം ഖുർആൻ പറഞ്ഞാൽ എന്താ? ഖുർആൻ പ്രധാനം. പക്ഷെ 3ാമത് എന്താ? ഇത് കൊണ്ടുവന്നാണ് നബിത്തങ്ങളാണ്. അത് പഠിപ്പിച്ചു കൊടുക്കുക. അവിടുത്തെ കുടുംബത്തിലെ വന്ദര അശ്വരത്തങ്ങളൊക്കെ അക്രമീനാണ്. നബിന് കുടുംബത്തിന് അംഗീകരിക്കാത്തവൻ എന്താ ഖുർആൻ? അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് നബിത്തങ്ങളെ സ്നേഹിക്കുക, നബിത്തങ്ങളെ കുടുംബത്തെ സ്നേഹിക്കുക, ഖുർആൻ പഠിക്കുക. കുട്ടികൾ അതും പഠിക്കേണ്ട അങ്ങനെ. ഇന്നിപ്പോ കേരളത്തിൽ കണ്ടോ, നമ്മളൊക്കെ കരളിന്റെ കഷ്ണമായി സ്നേഹിച്ചിരുന്ന പാലക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അല്ലാഹു അദ്ദേഹത്തിന് മഹ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. ആ മഹാനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ആക്ഷേപിക്കാൻ അച്ഛനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നോക്കണം. മറ്റുള്ളവരൊക്കെ പോട്ടെ, രാഷ്ട്രീയമായിട്ട് വൈരമോ വിദ്വേഷമോ ഒക്കെ പോട്ടെ, പാലക്കാട് കുടുംബത്തിന്റെ മേക്കത്ത് കയറാൻ വരുന്ന ആളുകളെ തീർച്ചയായും നമ്മൾ വളരെ ഗൗരവത്തോടെ കാണണം. ഒരിക്കലും ഈ സമുദായം ഇത് അംഗീകരിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല നമ്മൾ പറയണം. അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. പാലക്കാട് സയ്യിദ് കുടുംബം എന്നാൽ കേരളത്തിലെ മുസ്ലിംകൾ കണ്ടെത്തുന്ന ഏറ്റവും വലിയ വിധികളാണ്. നമ്മുടെ നേതൃത്വമാണ്. ആ നേതൃത്വം തന്നെ ചെലിവാദിയുടെ പ്രവർത്തനം ആരെന്തിന്റെ പേരിൽ ചെയ്താലും ശരി, അവർ അനുഭവിക്കുക തന്നെ ചെയ്യും. ഒരു തർക്കമില്ല കരുത്. അല്ലാഹു അവർക്കൊക്കെ സൽബുദ്ധി കൊടുക്കുമാറാവട്ടെ. നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കണം. കാരണം ഒരു കവി തങ്ങളെ മരിച്ചപ്പോൾ വളരെ വികാരഭരിതമായി ഒരു കവിതയിൽ പറഞ്ഞു, നിങ്ങളെങ്ങാനും ബാബരി പള്ളി പൊളിഞ്ഞപ്പോൾ ഇല്ലായിരുന്നെങ്കിൽ എന്താണ് വാക്ക്?
ഭാവി പൊളിഞ്ഞപ്പോ നിങ്ങളെങ്ങാനും ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഇവിടെ രക്തപ്പെടുകൾ ഒഴുകുമായിരുന്നു. കണ്ണുനീരിന്റെ പുഴയെ അദ്ദേഹം മനോഹരമായി വ്യാഖ്യാനിച്ചുകൊണ്ട് കവിതയിൽ പറഞ്ഞു ഓർക്കണം നിങ്ങൾ. അദ്ദേഹം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ധൈര്യവും ചോദിക്കാനും പറയാൻ ആളുണ്ടായിരുന്നു. ആ കുടുംബത്തിന്റെ തണൽ ഒരു വലിയ തണലാണ്. പോയാലും അതിന്റെ ഗൗരവം മനസ്സിലാവും. അവർക്കൊക്കെ അല്ലാതെ ദീർഘായുസ്സും ആരോഗ്യത്തിൽ നൽകുമാറാവട്ടെ. ഞാനിവിടെ എന്റെ പ്രശ്നം ദീർഘിപ്പിച്ചില്ല. നമുക്ക് പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ സംഘടിപ്പിച്ച ബഹുമാനരാകുന്ന നേതാക്കൾ, അതുപോലെ തന്നെ സുന്നി സെന്ററിന്റെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ, ഇവിടെ ഒത്തുകൂടിയ നല്ലവരായ ജനങ്ങൾ, നമുക്കൊക്കെ മനസ്സിൽ ഒരുപാട് നല്ല ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശങ്ങളൊക്കെ പടച്ചിറക്കത്തെ പറ്റി പറയുക മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. പ്രത്യേകിച്ച് ഈ നാട്ടിൽ എല്ലാവർക്കും സാധുക്കളായ മുഴുവൻ ആളുകൾക്കും എല്ലാ സഹായവും സഹകരണങ്ങളും ഒക്കെ നൽകി ഈ സമൂഹത്തിന്റെ ഒപ്പം നിന്നിരുന്ന ഈ നാടിന്റെ ഭരണാധികാരി എന്ന ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ, അള്ളാഹു അദ്ദേഹത്തിന് മഹഫറത്തും അർഹമത്തും നൽകുമാറാവട്ടെ. ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ ഇന്ദക ഇലാ റഹ്മത്തില്ലാഹി സുബ്ഹാനഹു വ തആല അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വജ്മഅല്ലാഹു ബൈനനാ വബൈനഹു ഫീ ദാരി ജന്നാത്തിൽ നഈം. അപ്രകാരം തന്നെ ഇത് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ ഖലീഫയുടെ പ്രിയപ്പെട്ട ഖലീഫ ബിൻ സായിദ് ബിൻ അൽ നഹിയാൻ, അദ്ദേഹം ഈ നാടിന്റെ ഭരണാധികാരി, നമുക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു എന്ന് ഈ നാടിനൊപ്പം നിൽക്കുന്ന അദ്ദേഹത്തെയും ഈ സന്ദർഭത്തിൽ ഞാൻ സ്മരിക്കുന്നു. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്ത് നൽകുമാറാവട്ടെ. അപ്രകാരം തന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സൈനസ് അദ്ദേഹവും, അതുപോലെ ഈ നാടിന്റെ ഭരണാധികാരികൾ, ഇവിടെ നമുക്ക് വേണ്ട സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ ചെയ്തു തരുന്ന പ്രമുഖരാവുന്ന ഭരണാധികാരികൾ, ഈ രാജ്യത്ത് ഒട്ടനവധി ആളുകൾ സേവനം ചെയ്തുകൊണ്ട് ഈ നാടിനും അതുപോലെ തന്നെ നമ്മുടെ നാടിനും വലിയ ഐശ്വര്യം ഉണ്ടാക്കി തന്ന ഒരു സാഹചര്യം, അതിലുപരി ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ ചെയ്തു കൊടുക്കാൻ നമ്മളെ സഹായിച്ച ഈ നാടിന്റെ ഭരണാധികാരികൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ നാടിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ സൈനസ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് സുൽത്താൻ അവർ, അദ്ദേഹത്തിന് അല്ലാതെ ദീർഘായുസ്സ് നൽകുമാറാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഇസ്ലാമിക് സെന്ററും ഈ സൗകര്യങ്ങളും ഒക്കെ ചെയ്തു, അതുപോലെ യൂസുഫ് അലി സാഹിബ് ഇതിനു വേണ്ട എല്ലാ ഭൗതിക സൗകര്യങ്ങളും സന്നാഹങ്ങളും ഒരുക്കി തരുന്നതിൽ ഇസ്ലാമിക് സെന്ററിന്റെ ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിന്റെ കൂടെ നിന്നിട്ടുണ്ട്. അദ്ദേഹത്തിനും അല്ലാഹു മതിയായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല മജ്‌ലിസാണല്ലോ. ഒരുപാട് ഉദ്ദേശങ്ങൾ പലരും ഇവിടെ വന്ന് പ്രത്യേകം ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും عليه وسلم صلى الله على محمد صلى الله 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 عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الذي آمين الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم وزد وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم اشرح بالصلاة عليه صدورنا ويسر بها أمورنا وفرج بها همومنا واغفر بها ذنوبنا واقض بها ديوننا واصلح بها أهوالنا وبلغ بها آمالنا وتقبل بها توبتنا واغسل بها توبتنا وانصر بها